السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സന്തോഷം നൽകുന്ന, അവന് സമാധാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു ജീവിതത്തിൽ അവന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് കടമെന്നത്. കടങ്ങൾ ബാധിച്ചുകൊണ്ട് ഇന്ന് വല്ലാത്ത വിഷമങ്ങളിലാണ് എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും. ഇവിടെ വരുന്ന ആളുകളിൽ 90% ആളുകളും പറയുന്ന വിഷയമാണ് വല്ലാത്ത കടങ്ങളാണ്. കടങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്ന, സമാധാനമുള്ള ഒരു ജീവിതം നഷ്ടപ്പെടുത്തുന്ന വളരെ വലിയൊരു വിപത്താണ് കടമെന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമത്തിൽ നമുക്ക് കടം മേടിക്കണമെങ്കിൽ, വലിയ സംഖ്യകൾ, ഭീമമായ സംഖ്യകൾ നമ്മൾ കടം മേടിക്കണമെങ്കിൽ അത് വീട്ടാനുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഒരു വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, അത് വിറ്റുകഴിഞ്ഞാൽ ആ ക്യാഷ് എടുത്തുകൊണ്ട് ഈ കടം വീട്ടാം എന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു മാർഗം കടം വീട്ടാനുള്ളത് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വലിയ സംഖ്യകളൊക്കെ നമ്മൾ കടമെടുക്കാൻ വേണ്ടി. ഇതൊന്നുമില്ലാതെ കേവലം ഒരു ജോലിയുണ്ട് എന്നതിൻ്റെ പേരിലെ നമ്മൾ ഭീമമായ സംഖ്യകൾ 40ഉം 50ഉം ലക്ഷങ്ങളൊക്കെ കടം മേടിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതം സമാധാനത്തിലാകൂല. അങ്ങനെ നമ്മൾ കടം മേടിക്കുന്നത് ഇസ്ലാമിന്റെ നിയമത്തിൽ അത് തനിച്ച ഹറാമ് കൂടിയാണ്. ഒരിക്കലും ഹറാമ് ചെയ്യുന്നവന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. ഏതായിരുന്നാലും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എടുത്ത പലിശയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻകൂട്ടി കണ്ടുവെക്കാതെ നമ്മൾ മേടിച്ച കടമെല്ലാം ഇന്ന് നമ്മുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ സമയത്ത് ഇനി എന്ത് നമുക്ക് രക്ഷയുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ഇൻഷാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പതിവാക്കുക. യാ ഗനിയ്യു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്. ഈ 2 ഇസ്മുകളെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പതിവാക്കിക്കൊണ്ടിരിക്കുക. അതിന് പ്രത്യേക അദദുകളില്ല, ദിവസങ്ങളില്ല. നമ്മുടെ വിഷമങ്ങൾ തീരുന്നത് വരെ നമ്മൾ അതങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുക. യാ ഗനിയ്യു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഈ 2 ഇസ്മുകളെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. കടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ലക്ഷങ്ങൾ കടബാധിതരായിട്ടുള്ളവർ ഈ ദിക്റിനെ പതിവാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, വല്ലാത്ത പ്രയാസമാണ്, കടങ്ങളെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുന്നു, കടക്കണിയിലായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്കെന്ത് പരിഹാരമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദരവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത ഒരു ദിക്റുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ദിക്റ്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടമെങ്കിലും ഈ ദിക്റിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമെന്ന് പറയുമ്പോൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഓരോ തവണയെങ്കിലും ആ ദുആകളിൽ ഈ പറയുന്ന ദിക്റിനെ, ഈ ദുആയെ നമ്മൾ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. ഈ ദിക്റാണ് നമ്മൾ ദുആയായിട്ട് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കേണ്ടത്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമെന്നല്ല, നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് മറ്റു കാര്യങ്ങളൊക്കെ തേടുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ദുആയെ നമ്മൾ ഉൾപ്പെടുത്തുക. ഇതിനെ ഒരു ദിക്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. നമ്മുടെ കടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ എത്ര വലിയ ഭീമമായ സംഖ്യയാണ് കടമെങ്കിലും അള്ളാഹു നമുക്ക് സഹായം നൽകും ഇൻഷാ അല്ലാഹ്.
നല്ല ഇഖ്ലാസോടെ ഈ ദുആ നമ്മൾ ചെയ്യുക. നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഫതഹിന്റെ ബാബിനെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണല്ലോ ഒരു ഭവനമുണ്ടാക്കുക എന്നത്. നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ നമുക്ക് നല്ലൊരു ഭവനമുണ്ടാക്കണം, നമുക്ക് നല്ലൊരു വീടുണ്ടാകണം എന്നത്. ഈ വീടിന് വേണ്ടി നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ച ആ സമ്പാദ്യത്തിലേക്ക് നമ്മൾ വലിയ ഭീമമായ സംഖ്യ ബാങ്കിൽ നിന്ന് എടുത്ത് അതും കൂട്ടിയിട്ടാണ് പലരും വീടുകൾ നിർമ്മിക്കുന്നത്. ഏകദേശം ആളുകളൊക്കെ എല്ലാ സമ്പത്തും ഒരുമിച്ച് കൂട്ടി നമുക്ക് വീടെടുക്കാൻ സാധിക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ വീടുണ്ടാക്കുന്ന ആ സമയത്തും അതിലേക്ക് നമ്മൾ കയറിയിരിക്കുന്ന സമയത്തും അതിൻ്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത സന്തോഷവും നമ്മുടെ ഈ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുത്തതിൻ്റെ ആ ഒരു ആഹ്ലാദവും ആനന്ദവും ഒക്കെ ഉണ്ടാകും. അല്പസമയങ്ങൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കടങ്ങൾ നമ്മളിലേക്ക് ഓരോ പ്രയാസങ്ങൾ വരുത്തി വെക്കും. നമ്മുടെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യങ്ങൾ നമുക്ക് തികയാതെ വരും. ഇങ്ങനെ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നതുല്യമായി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഭവനത്തിൽ ജീവിക്കുന്ന ഓരോ ദിവസവും സമാധാനമില്ലാതെ കണ്ണീരോടെ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ തന്നെയുള്ളതാണ്. അതുകൊണ്ട് കടം മേടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വലിയ ഭീമമായ സംഖ്യകളൊക്കെ കടം മേടിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ശനിയാഴ്ച പോലും ഇവിടെ കൺസൾട്ടിങ്ങിന് വന്ന ഒരു ഉപ്പയുടെ വല്ലാത്ത വിഷമം എന്താണെന്നറിയോ? അവർ വലിയ സംഖ്യ കടം മേടിച്ചുകൊണ്ടൊരു ഭവനമുണ്ടാക്കി. പക്ഷെ ഇന്ന് വരെ ആ ഭവനത്തിൽ സമാധാനത്തോടുകൂടി ആ ഉപ്പാക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവരിവിടെ വന്നത് എൻ്റെ വീടിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആത്മീയമായ പോംവഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. കടബാധിതരായിട്ടുള്ള എല്ലാ ആളുകളും 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ അഹ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക് എന്ന ദുആയെ 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ ഒരു ദിക്റായിട്ട് നമ്മളിത് കൊണ്ടു നടക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. ലോൺ എടുത്ത് പ്രയാസപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, ലോണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ഈ ദിക്റിനെ, ഈ ദുആയെ നീ മാറ്റിത്തരണേ അല്ലാ.